നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സ്റ്റേ നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടല്ലെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയെ കാണാൻ മുനമ്പത്തുകാർ ഈസ്റ്ററിന് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മന്ത്രി കിരൺ റിജിജുവിൻ്റെ മുനമ്പം സന്ദർശനത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമമെന്ന് V. മുരളീധരൻ. നാഷണൽ ഹെറാൾഡ് കേസിൽ വിറളി പൂണ്ട് കോൺഗ്രസ്. മുഖം രക്ഷിക്കാൻ ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം. മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ED കുറ്റപത്രം നൽകിയതിന് പിന്നാലെ ഭൂമി ഇടപാടുകൾ EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി റോബർട്ട് വാദ്ര. മഹാരാഷ്ട്രയിൽ അഴിഞ്ഞാടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. നാസിക്കിൽ അനധികൃത മുസ്ലിം പള്ളി പൊളിച്ചതിൽ അക്രമം. നിരവധി പോലീസുകാർക്ക് പരിക്ക്. പശ്ചിമ ബംഗാളിലെ ഹിന്ദു വംശഹത്യയിൽ പ്രതിഷേധം ശക്തം. സമാധാനമില്ലാതെ പശ്ചിമേഷ്യ. വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് വീണ്ടും തള്ളി. ഇസ്രയേൽ മുന്നോട്ട് വച്ചത് 6 ആഴ്ചത്തെ സമ്പൂർണ്ണ നിരായുധീകരണ വ്യവസ്ഥ. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതിക്ക് സ്റ്റേ നൽകാതെ സുപ്രീം കോടതി. നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ നാളെ വീണ്ടും വാദം കേൾക്കും. ഹർജികളിൽ കോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചില്ല. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങളിലും സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ നൽകാനാകില്ലെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി നിലവിൽ വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിശദമായ വാദം കേട്ട ശേഷമേ ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കാവൂ എന്ന സോളിസിറ്റർ ജനറലിന്റെ വാദം അംഗീകരിച്ച കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കാമെന്ന് അറിയിച്ചു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങളിലും സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അക്രമങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മതാചാരങ്ങൾക്കും ഭരണഘടനയുടെ 25, 26, 32 ആർട്ടിക്കിളുകളുടെ ലംഘനമാണെന്നുമാണ് ഹർജിക്കാർക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയവർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ആർട്ടിക്കിൾ 26-നെ മതാചാരവുമായി ബന്ധപ്പെടുത്തരുതെന്നും മുസ്ലിമുകൾക്കെതിരെയും നിയമനിർമ്മാണം നടത്തിക്കൂടെയെന്നും കോടതി ചോദിച്ചു. നിയമ ഭേദഗതി വഖഫ് ബോർഡിനെതിരല്ലെന്നും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. നാളെ വിശദമായ വാദത്തിന് ശേഷം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സ്റ്റേ നൽകാൻ തയ്യാറല്ല, അതായത് നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരു സ്റ്റേ നൽകാൻ തയ്യാറല്ല എന്നൊരു നിലപാട് കൃത്യമായി കോടതി അറിയിക്കുന്നുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ്, ഏതൊക്കെ ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് പരാമർശിച്ചത് കോടതി? എന്തെല്ലാമാണ്, പ്രത്യേകിച്ചും 26-ാം അനുച്ഛേദം സംബന്ധിച്ച ചില നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഐസാൻ, ഇന്ന് 2 മണിക്ക് ശേഷം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപാകെയാണ് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിന്മേൽ വാദം നടന്നിട്ടുള്ളത്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകർ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് വഖഫ് നിയമ ഭേദഗതി ഭരണഘടനയുടെ 25, 26, 32 എന്നീ ആർട്ടിക്കിളുകളുടെ ലംഘനമാണ്. കൂടാതെ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മത ആചാരത്തിന് തന്നെ എതിരാണെന്നും മുസ്ലിം മതത്തിനെതിരാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് കോടതിക്ക് മുൻപിലേക്ക് ഹർജിക്കാർക്ക്
വേണ്ടി അഭിഭാഷകർ പ്രധാനമായും എത്തിച്ചത്. എന്നാലും അത് പൂർണ്ണമായും അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. ഒപ്പം ആർട്ടിക്കിൾ 26 മതാചാരവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന പരാമർശം കൂടിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കൂടാതെ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടും നിയമനിർമ്മാണം രാജ്യത്ത് നടത്തിക്കൂടെ എന്ന ചോദ്യവും ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് വാക്കാലുള്ള പരാമർശം, ഈ സ്റ്റേക്ക് വേണ്ടി വാദിക്കേണ്ട എന്നൊരു പരാമർശം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ നൽകുന്ന നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിയമവിദഗ്ധരും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പാർലമെന്റ് പാസ്സാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിട്ടുള്ള നിയമം സ്റ്റേ ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് സുപ്രീം കോടതി കടക്കാൻ സാധ്യതയില്ല, അതിനുള്ള നിയമസാധ്യതയില്ല. ഒപ്പം വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കിയത് അത് രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു നിയമമാണ്. അതിനപ്പുറത്തേക്ക് കോടതി ഉന്നയിച്ച ചില കാര്യങ്ങൾ, ഈ ബോർഡിൽ അമുസ്ലിമുകൾ ഉൾപ്പെടുമ്പോൾ അതിനുള്ള മാനദണ്ഡം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രവർത്തനം, ഒപ്പം നിലവിൽ വഖഫായി പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂമി വീണ്ടും ഡീനോട്ടിഫൈ ചെയ്യരുത് തുടങ്ങിയിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതി തയ്യാറായെങ്കിലും കേസിൽ വിശദമായ വാദം കേട്ട ശേഷമേ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നായിരുന്നു നാളെ വീണ്ടും വാദം കേൾക്കാം എന്ന് കോടതി അറിയിച്ചത്. കേസിൽ നാളെ വീണ്ടും വാദം കേൾക്കും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് ഒരു മതത്തിനെതിരല്ല, പ്രത്യേകിച്ച് മുസ്ലിം മത ആചാരങ്ങൾക്കെതിരല്ല. വഖഫ് ബോർഡിനെ തകർക്കാനുമല്ല ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമാണ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതി അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലാണ് ഇന്ന് വാദം നടന്നിട്ടുള്ളത്. നാളെ വീണ്ടും കേസിന്റെ നിർണായകമായ വാദം നടക്കും. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നിരീക്ഷണങ്ങൾ തുടർന്നുണ്ടാകും, ഒപ്പം ഇടക്കാല ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമെന്നുള്ളതും ഏറെ നിർണായകമാകും. കോടതിയിലേക്ക് ഏകദേശം 70-ലധികം ഹർജികളാണ് കോൺഗ്രസും കൂടാതെ CPM, മുസ്ലിം ലീഗ്, മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, RJD തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളും അസദുദ്ദീൻ ഒവൈസിയും ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആളുകളും ഉൾപ്പെടെ 70-ലധികം ഹർജിയാണ് കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. നേരത്തെ വഖഫ് ബോർഡിൻ്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെതിരെ സമരം പ്രവർത്തിക്കുകയും പ്രതിഷേധിക്കുകയും അതിനെതിരെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് നമുക്കറിയാം. കേരളത്തിലെ മുനമ്പം പോലെ തന്നെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെയും പ്രതിഷേധിക്കുന്നവരും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ഈ നിയമ ഭേദഗതിയെ പാർലമെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുകൂലിക്കണം, സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആഹ്വാനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്ത് വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ആ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം RJD-യും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിലേക്കും എത്തിയിട്ടുള്ളത്. കൂടാതെ ഈ വിഷയത്തിൽ നിലവിൽ ബംഗാളിൽ നടക്കുന്ന, മുർഷിദാബാദിൽ ഉൾപ്പെടെ നടക്കുന്ന കലാപങ്ങളിലും സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയം നിലവിൽ കോടതിക്ക് മുൻപിൽ ഉണ്ടല്ലോ, ആ വിഷയത്തിൽ ഞങ്ങളൊരു ഉചിതമായ തീരുമാനമെടുക്കാം, പക്ഷേ ഈ നടക്കുന്ന കലാപം, ഈ വഖഫ് നിയമ ഭേദഗതിക്ക് പേരിൽ നടക്കുന്ന സംഘർഷം അത് ആശങ്കപ്പെടുത്തുന്നതാണ്, അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്ന പരാമർശമാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ബംഗാളിൽ വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം മമതാ ബാനർജി നടത്തുകയും ഇത്തരം കലാപങ്ങൾക്ക് അത് ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു. നേരത്തെ പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്ന വ്യാജ പ്രചരണം നടത്തിയവർ തന്നെയാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മത ആചാരങ്ങൾക്കെതിരാണ് എന്ന പ്രചാരണം നടത്തിക്കൊണ്ട് പ്രതികരണങ്ങൾ നടത്തുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അത് ബംഗാളിൽ കലാപമായി മാറുകയും ഇപ്പോഴത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തത്. എന്നാൽ വഖഫ് നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകാൻ ഇടയില്ല. പക്ഷേ നേരത്തെ വഖഫായി പ്രഖ്യാപിച്ച ഭൂമികളിന്മേൽ ഡീനോട്ടിഫിക്കേഷൻ ഉണ്ടാകരുത് എന്നൊരു കാര്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടക്കാല ഉത്തരവിൽ സൂചിപ്പിക്കാനാണ് സാധ്യത. കേസിലേതായാലും നാളെ വീണ്ടും വാദം കേൾക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വീണ്ടും കേസ് പരിഗണിക്കുക. ശരി ജിഷ്ണു. മുനമ്പം സമരസമിതി ഭാരവാഹികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈസ്റ്ററിന് ശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നന്ദി അറിയിക്കണമെന്ന ആഗ്രഹം സമരസമിതി നേതാക്കൾ ഉന്നയിച്ചിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലിലാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയത്. വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമായതോടെയാണ് മുനമ്പം സമരസമിതി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നത്. തങ്ങളുടെ വസ്തുവിനുമേൽ അധിനിവേശം നടത്തിയ
വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധാധികാരങ്ങൾ ഇല്ലാതാക്കണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കൂ. ഇതിന് അവസരം സൃഷ്ടിച്ച പ്രധാനമന്ത്രി അടക്കമുള്ള BJP കേന്ദ്ര നേതാക്കളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈസ്റ്ററിന് ശേഷം സമരസമിതി ഭാരവാഹികൾ പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ഇന്നലെ മുനമ്പത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് സമരസമിതി ആവശ്യമുന്നയിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുകയും കൂടിക്കാഴ്ചക്ക് സമയം തേടുകയും ചെയ്തിട്ടുണ്ട്. കൂടിക്കാഴ്ചയുടെ സമയം ഉടൻ അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ നന്ദി മോദി എന്ന പേരിൽ ബഹുജന കൂട്ടായ്മ മുനമ്പത്ത് സംഘടിപ്പിച്ചിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രിയുടെ സന്ദർശനം വൻ വിജയമാക്കിയിരുന്നു മുനമ്പം ജനത. ജനം, കൊച്ചി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ അനധികൃതമായി നിർമ്മിച്ച മുസ്ലിം പള്ളിയുടെ കെട്ടിടം പൊളിച്ചതിനിടയിൽ സംഘർഷം. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ 21 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ആക്രമികൾ നിരവധി പോലീസ് വാഹനങ്ങളും തകർത്തു. മുംബൈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നാസിക് ഗ്രാമത്തിലെ കാത്തിഗലിലുള്ള സത്പീർ ബാവ ദർഗ എന്ന അനധികൃത കെട്ടിടം പൊളിക്കാൻ നാസിക് മുനിസിപ്പൽ കോർപ്പറേഷൻ തയ്യാറായത്. എന്നാൽ പള്ളി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് വ്യക്തമാക്കി നൂറുകണക്കിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മേഖലയിൽ തമ്പടിച്ചു. ഇവർ അപ്രതീക്ഷിതമായി പോലീസിന് നേർക്ക് കല്ലുകളും ഇരുമ്പുവടികളും വലിച്ചെറിയുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റ 21 പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സയിലാണ്. കൂടുതൽ പോലീസ് എത്തി ലാത്തിചാർജ് നടത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. പോലീസിന്റെ 3 വാഹനങ്ങളും അക്രമികൾ തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമികളുടെ 50-ലധികം ഇരുചക്ര വാഹനങ്ങളും പോലീസ് കണ്ടുകെട്ടി. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് നാസിക് DCP किरण कुमार चौहान व्यक्तमाकी के लोग थे, उसमें से 15 लोगों को अब तक हिरासत में ले लिया गया है. उनकी 50 से ज्यादा बाइक जो वहाँ पर मौजूद थी वो बाइक हिरासत में ले ली गई है. यहाँ पर अभी भारी संख्या में पुलिस बंदोबस्त तैनात है. परिस्थिति पूरी तरह से शांत और कंट्रोल में है. അതേസമയം പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ച് സുരക്ഷ കർശനമാക്കിയതിന് പിന്നാലെ അനധികൃത കെട്ടിടം നാസിക് മുനിസിപ്പൽ കോർപ്പറേഷൻ പൂർണ്ണമായും പൊളിച്ചു നീക്കി. ജനം, ഡൽഹി. പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന വംശീയ ഹത്യയിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്ത്രീകൾക്കെതിരെ മുർഷിദാബാദിൽ നടന്ന അക്രമങ്ങളിൽ ദേശീയ വനിതാ കമ്മീഷൻ കേസെടുത്തു. ഹിന്ദുക്കൾക്കെതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ ഹിന്ദു രക്തസാക്ഷി ദിനവും ആചരിച്ചു. രാജ്യത്ത് വഖഫ് നിയമം ഭേദഗതി ചെയ്ത് നടപ്പാക്കിയതിനെതിരെ പശ്ചിമബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമമഴിച്ചുവിടുകയാണ്. വഖഫ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ മറവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുർഷിദാബാദ് ജില്ലയിൽ അക്രമം അഴിച്ചുവിട്ട തീവ്ര ഇസ്ലാമിസ്റ്റുകൾ 3 ഹിന്ദുക്കളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിലുടനീളം ഹിന്ദു രക്തസാക്ഷി ദിനം ആചരിച്ചു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. Pre-planned by the TMC and Mamata Banerjee. Because मोथावाड़ी फरक्का शामसरगंज TMC lost. ये 26 का चुनाव को देखते हुए जो 3 सीट उनका लॉस हुआ था उसको रिपेयरिंग करने के लिए भड़काने का काम किया. 11 तारीख को BSF आया था, नहीं तो पुलिस शाटर के अंदर घुस गया था. മുർഷിദാബാദിലെ ദുലിയാൻ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷണത്തിനായി പ്രത്യേക സമിതിക്ക് രൂപം നൽകി. CRPFന്റെയും BSFന്റെയും ഭടന്മാർ സുരക്ഷാ ചുമതല ഏറ്റെടുത്തതോടെയാണ് വംശീയ കലാപത്തിന് അയവുണ്ടായത്. അതേസമയം അക്രമികൾ നിരവധി കടകളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കി. അക്രമികൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഇരകളുടെ ആവശ്യം. पुलिस में तो देखा गया, कंप्लेन नहीं किया, हम DM के करेंगे कंप्लेन. क्या चाहते हैं जो सुस्त हुआ जो बाजार आबार खोला है, आबार शुरुआत जो व्यवसाय अभी करता है. सरकार से क्या कहना चाहेंगे? सरकार के चाहेंगे जो कुछ मदद करिए, जो हम अब दूसरा खड़ा होंगे. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമത്തെ തുടർന്ന് മുർഷിദാബാദിലെ ദുരിയാൻ മേഖലയിൽ നിന്ന് 400-ലധികം ഹിന്ദുക്കൾ പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. സംഘർഷത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇസ്ലാമിക സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ജനം, ഡൽഹി. മുർഷിദാബാദിൽ ഹിന്ദുക്കൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ ബംഗാൾ നിയമസഭയിൽ പ്രതിഷേധവുമായി BJP. മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കൾക്ക് ഓർമ്മയ്ക്കായി ഹിന്ദു ബലിദാന ദിവസം ആചരിക്കുകയാണ് BJP. ഇതിന്റെ ഭാഗമായി നിയമസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മകമായി സ്മാരകവും ഒരുക്കിയിരുന്നു. വ്യവസായി റോബർട്ട് വദ്ര EDക്ക് മുന്നിൽ വീണ്ടും ഹാജരായി. ഭാര്യയും വയനാട് MP-യുമായ പ്രിയങ്കയ്ക്കൊപ്പമാണ് വദ്ര ഡൽഹിയിലെ ED ഓഫീസിലെത്തിയത്. അതേസമയം കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ വൈര്യം തീർക്കുകയാണെന്നാണ് റോബർട്ട് വദ്രയുടെ ആക്ഷേപം.
തുടർച്ചയായ രണ്ടാം ദിവസവും ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് വ്യവസായി റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്തു. കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്കയ്ക്കൊപ്പമാണ് വദ്ര ED ഓഫീസിലെത്തിയത്. ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രിയങ്കയെ ആലിംഗനം ചെയ്ത ശേഷമാണ് റോബർട്ട് വദ്ര ഉള്ളിലേക്ക് കടന്നത്. വദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 2008 ഹരിയാനയിൽ 7.5 കോടി രൂപയ്ക്ക് 3.5 ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു. ഈ ഭൂമി 58 കോടിക്ക് DLFന് മറച്ചുവിറ്റതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് കേസ്. 51 കോടി രൂപയുടെ കള്ളപ്പണം ഇടപാട് നടന്നു എന്നാണ് ED കണ്ടെത്തൽ. കോൺഗ്രസ് ഹരിയാന ഭരിക്കുമ്പോഴായിരുന്നു ഈ ഇടപാട്. മാത്രമല്ല ഹരിയാന, ബിക്കാനീർ, ലണ്ടൻ എന്നിവിടങ്ങളിലെ ഭൂമി ഇടപാട് സംബന്ധിച്ച് നിരവധി കേസുകൾ വദ്രയ്ക്കെതിരെയുണ്ട്. നേരത്തെ 11 തവണയായി 70 മണിക്കൂറിലധികം ED വദ്രയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വദ്രയെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ED ആസ്ഥാനത്തിന് പുറത്തൊരുക്കിയിട്ടുള്ളത്. ജനം, ഡൽഹി. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ഇന്ന് ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ഇന്നലെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഇന്നലെയാണ് കുറ്റപത്രം നൽകിയത്. കേസ് 25-ന് പരിഗണിക്കും. സോണിയയ്ക്കും രാഹുലിനും മേൽ കുരുക്ക് മുറുകിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങി. ഡൽഹിയിൽ AICC ആസ്ഥാനത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധം. राहुल गांधी जिंदाबाद, सोनिया गांधी जिंदाबाद, मोदी जब जब डरता है दिल्ली को आगे करता है, जिंदाबाद कांग्रेस पार्टी, जिंदाबाद कांग्रेस पार्टी, जिंदाबाद 1938 ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത്. അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു പത്രം. 2010 സോണിയയ്ക്കും രാഹുലിനും 74% ഓഹരിയോടെ ആരംഭിച്ച യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ തട്ടിയെടുത്തുവെന്നാണ് കേസ്. നാഷണൽ ഹെറാൾഡിന്റെ 5000-ഓളം വരുന്ന ഓഹരി ഉടമകൾ ഈ ഇടപാട് അറിഞ്ഞിരുന്നില്ല. കേസിൽ സോണിയയെയും രാഹുലിനെയും നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജനം, ഡൽഹി. പ്രധാനമന്ത്രിയുടെ കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്താണ് സന്ദർശനം മാറ്റിവെച്ചതെന്നാണ് സൂചന. ഏപ്രിൽ 19-ന് കാശ്മീരിലെത്തുമെന്നായിരുന്നു വിവരം. ഖത്രയിൽ നിന്ന് കാശ്മീരിലെ ആദ്യ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യാനിരിക്കെയാണ് സന്ദർശനം മാറ്റിയത്. ആധുനികവൽക്കരണത്തിനുള്ള കുതിപ്പിൽ പുതുചിത്രം രചിച്ച് റെയിൽവേ. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ ATM സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ മന്മത് CSMT പഞ്ചവടി എക്സ്പ്രസിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ATM സ്ഥാപിച്ചത്. ടിക്കറ്റ് ഇതര മാർഗങ്ങളിൽ റെയിൽവേ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ATM ഓൺ വീൽസ്. മിനി പാൻട്രി ഏരിയയാണ് ATM സ്ഥാപിക്കാനായി ഉപയോഗിച്ചത്. 2047 വികസിത് ഭാരതത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായി ATM ഓൺ വീൽസ് പദ്ധതി മാറ്റുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേൽ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഹമാസ്. 6 ആഴ്ചത്തെ വെടിനിർത്തലാണ് മധ്യസ്ഥരായ ഈജിപ്റ്റ് വഴി ഇസ്രയേൽ മുന്നോട്ട് വെച്ചത്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്ന ഇസ്രയേൽ നിർദ്ദേശമാണ് ഹമാസ് തള്ളിയിരിക്കുന്നത്. ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ പകുതി പേരുടെ മോചനവും ഉറപ്പാക്കണമെന്നും ഇസ്രയേൽ നിർദ്ദേശത്തിൽ വ്യവസ്ഥ വെച്ചിരുന്നു. ആഴ്ചത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇസ്രയേൽ മുന്നോട്ട് വെച്ചത്. വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇസ്രയേലിൻ്റെ നിലപാട്. ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന പകുതിയോളം ബന്ദികളുടെ മോചനവും ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു. മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റ് വഴി നൽകിയ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയത്. എന്നാൽ നിർദ്ദേശം സ്വീകാര്യമല്ല എന്ന നിലപാടാണ് ഹമാസിൻ്റേത്. വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെ ഗാസയിൽ വിന്യസിച്ച ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും ഹമാസ് ആവശ്യം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ബന്ദികളുടെ മോചനം ഒറ്റയടിക്ക് സാധ്യമാക്കാമെന്ന നിലപാടുമാണ് ഹമാസിൻ്റേത്. ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ ഇസ്രയേലിനുണ്ട്. അതേസമയം പുനർനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഗാസയുടെ നിയന്ത്രണം ഒഴിയാൻ തയ്യാറെന്ന സൂചന ഹമാസ് നൽകുന്നുണ്ട്. പുനർനിർമ്മാണത്തിന് സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കണം. ഈജിപ്റ്റ് വഴി നൽകിയ ഹമാസിന്റെ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി ഇക്കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗീഡൻ സാർ കൂടിക്കാഴ്ച ലണ്ടനിൽ നടന്നു.
ഇറാന്റെ ആണവ പദ്ധതിയും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ചും ചർച്ചയായതായാണ് സൂചന. ഗാസയിലെ ഇസ്രായേൽ നടപടി ബ്രിട്ടൻ എതിർത്തിരുന്നു. എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഗാസ വെടിനിർത്തൽ നിർദ്ദേശം തത്വത്തിൽ ബ്രിട്ടൻ അംഗീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെയാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗീഡൻ സാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഹമാസ് വെടിനിർത്തൽ ധാരണ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയം. വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ അമേരിക്ക നൽകിയിട്ടുണ്ട്. ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ഭീകരവിരുദ്ധ നടപടിയെ പൂർണ്ണമായും ബ്രിട്ടൻ അംഗീകരിച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കാനുള്ള നീക്കമാണ് ഗീഡൻ സാർ നടത്തിയത് എന്നാണ് സൂചന. സൈനിക പിന്മാറ്റം, സമാധാന ദൗത്യവും സംബന്ധിച്ച് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്ന ധാരണകളെ ബ്രിട്ടൻ അംഗീകരിക്കുന്നുണ്ട്. ഹമാസിന്റെ നിരായുധീകരണത്തിൽ ബ്രിട്ടന്റെ പിന്തുണ തേടുക എന്നതും സന്ദർശനത്തിന്റെ ലക്ഷ്യമായി സൂചിപ്പിക്കപ്പെടുന്നു. തീർത്തും അനൗദ്യോഗിക സന്ദർശനമായിരുന്നു എന്നാണ് ബ്രിട്ടനും ഇസ്രയേലും നൽകുന്ന വിശദീകരണം. മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ശനിയാഴ്ച ഇറാന്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ച ചർച്ച അമേരിക്കയുമായി നടക്കാനിരിക്കെ കൂടിക്കാഴ്ചയ്ക്ക് അത്തരത്തിലും പ്രാധാന്യമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സുഡാനിൽ സമാന്തര സർക്കാർ പ്രഖ്യാപനം നടത്തി അർദ്ധസൈനിക വിഭാഗം. സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം 2ാം വർഷത്തിലെത്തിയ സാഹചര്യത്തിലാണ് സമാന്തര സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന അർദ്ധസൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ഹംദാൻ ഡാങ്ക്ലോ സമാന്തര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭരണം നടത്തുന്നതിന് 15-അംഗ പ്രസിഡൻഷ്യൽ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ കിഷ്വാറിൽ ഭൂചലനം. 2.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ന് രാവിലെ 5:15 അനുഭവപ്പെട്ടത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 5 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ 5.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ത്യൻ സമയം പുലർച്ചെ 4:43 അനുഭവപ്പെട്ടത്. ഹിന്ദുക്കുഷ് മേഖലയാണ് പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 75 കിലോമീറ്റർ താഴെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഇതിനിടെ പ്രകമ്പനങ്ങൾ ഡൽഹിയിൽ അനുഭവപ്പെട്ടതായും അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.